ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനൊന്നുമല്ല. നമ്മളുടെ 2023 ദേ പോകാനായിട്ട് വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അപ്പം 2023 എൻ്റെ ലൈഫിൽ എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നെ സംബന്ധിച്ച് 2023 എന്നത് ഒരു വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. എന്നിരുന്നാലും എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു 13 വർഷത്തെ കരിയർ എനിക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന ഒരു കാലഘട്ടമാണ് 2023. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നൊരു സമയത്ത് നമ്മൾ ആ ഒരു കരിയർ നമുക്ക് പാതി വഴിയിലായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നും വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ച് വളരെയധികം വിഷമമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ആ സിറ്റുവേഷൻ സമയത്ത് എനിക്ക് താങ്ങും തണലുമായിട്ട് നിന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയതും. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ചുമ്മാ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കരുത്, നീ ഒരു യൂട്യൂബ് ചാനൽ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായിട്ട് ഞാൻ ചെയ്തതാണ്. ഒപ്പത്തിനൊപ്പം എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ഈ സമയത്ത്. പിന്നെ നമ്മൾ എന്താ പറയുക, ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ആളുകൾ നമ്മളുടെ കൂടെ സംസാരിക്കാനും നമ്മളെ വിളിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉണ്ടാകും. നമ്മൾ അവിടെ നിന്നൊന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പിന്നെ നമ്മളെക്കുറിച്ച് ഓർക്കത്തില്ല, നമ്മളെ വിളിച്ച് അന്വേഷിക്കില്ല, എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാനായിട്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഞാൻ ഈ സമയത്ത് പഠിച്ചൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളുടെ കാര്യങ്ങളും അസുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും നമ്മളെക്കുറിച്ചൊക്കെ ചോദിക്കാനൊക്കെ നമ്മളെ വിളിക്കാനും പറയാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഒരു സന്തോഷമായിരിക്കും. അയ്യോ, ഞാൻ ഇവരെയൊന്നും ഇത്രയധികം പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പ്രതീക്ഷിക്കാത്ത ആളുകളെ കയ്യിൽ നിന്നായിരിക്കും നമുക്കൊരു ചില സമയത്ത് സ്നേഹവും കെയറിങ്ങും ഒക്കെ കിട്ടുക. അതൊക്കെ ഞാനൊരു അനുഭവിച്ച ഒരു സമയമായിരുന്നു എൻ്റെ ഈ ഒരു ടൈം. പിന്നെ ഒരുപാട് പേര് മനസ്സിലാക്കാതെ പിരിഞ്ഞു പോയവരുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പായാലും അല്ലാത്തവരായാലും നമ്മളെ എന്താ പറയുക, മനസ്സിലാക്കാതെ നമ്മളുടെ സ്നേഹം മനസ്സിലാക്കാതെ നമ്മളായിട്ടുള്ള ആ ഒരു ബന്ധം ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തികളും ഉണ്ട്. ഫ്രണ്ട്ഷിപ്പിലും റിലേഷൻഷിപ്പിലും ഉണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതൊക്കെ എൻ്റെ കുറച്ചൊരു നെഗറ്റീവായ കാര്യങ്ങളാണ്. പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യമല്ലേ. പോസിറ്റീവായ വശം എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പുസ്തകങ്ങൾ വായിക്കാനാണെങ്കിലും എനിക്ക് എൻ്റേതായ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഈ ഇരിക്കുന്ന സമയത്താണ്. എനിക്ക് നിങ്ങളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എല്ലാത്തിനും എനിക്ക് കുറച്ച് എൻ്റേതായ സമയം ഞാൻ എടുത്തത് ഈ കാലഘട്ടത്തിലാണ്. അപ്പം എന്നെ സംബന്ധിച്ച് 2023 കുറേ പോസിറ്റീവും അതിലേറെ നെഗറ്റീവും വിഷമങ്ങളൊക്കെ നിറഞ്ഞ ഒരു സമയമാണ്. അടുത്ത വർഷം എനിക്ക് എൻ്റെ കരിയറൊക്കെ ഒന്നും കൂടി ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം സാധിച്ചാൽ അങ്ങനെ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്കും എല്ലാവരുടെ ലൈഫിലും ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും, നല്ലതും ചീത്തയൊക്കെ ഉണ്ടാകും. നമുക്ക് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം. അടുത്ത വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ, നാടിനും വീടിനും ഒക്കെ നല്ലത് വരട്ടെ. ഈ വർഷം നമ്മൾ ഒരുപാട് വിഷമകരമായ സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നുപോയി. ഒരുപാട് കേൾക്കാൻ പാടില്ലാത്ത പലതരം നാട്ടിൽ പലതരം കാര്യങ്ങളുണ്ടായി. അടുത്ത വർഷം നല്ലൊരു നാളുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ന്യൂ ഇയർ.